السلام عليكم ورحمة الله. الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ولا تكونوا كالذين نسوا الله فأنساهم أنفسهم أولئك هم الفاسقون. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇസ്ലാഹി സെൻ്ററിൻ്റെ അതിൻ്റെ സാരഥികളെ, സഹോദരങ്ങളെ, സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ രക്ഷയും സമാധാനവും നമ്മളിലും കുടുംബത്തിലും അള്ളാഹു വർഷിപ്പിക്കുമാറാവട്ടെ. ഇവർക്ക് വരുമ്പോഴെല്ലാം ഈമാനികമായ അലാഖത്ത്, ബന്ധം പുതുക്കുമ്പോഴുണ്ടാകുന്ന സംതൃപ്തിയും അതുപോലെ തന്നെ നമുക്ക് അള്ളാഹുവിൻ്റെ ദീനുമായി ബന്ധപ്പെട്ട വളരെ പരിമിതമായ ഉപദേശ നിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ മുതൽക്കൂട്ടായി കിട്ടുവാനുള്ള അവസരവും ഒക്കെ ഉപയോഗപ്പെടുത്തുമ്പോൾ നാം തികഞ്ഞ സംതൃപ്തരാകുകയാണ്. അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് കഴിഞ്ഞ ദിവസം നിങ്ങൾക്ക് ഞങ്ങളുടെ ടീം അമീറായ അലി ഷാക്കിർ മണ്ടേരിൻ്റെ പ്രഗത്ഭമായ ക്ലാസ് കിട്ടിക്കാണും. ഈ ഉള്ളവരും അതിലുള്ള ഒരു സെക്കൻഡ് അമീറാണ്. ആ നിരക്ക് ബന്ധപ്പെടാൻ കഴിഞ്ഞതിൽ എൻ്റെ അറിവിൽപ്പെട്ട വിഷയവുമായി ബന്ധപ്പെട്ടത് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും നിങ്ങളുടെ പ്രാർത്ഥനയും സ്നേഹവും തിരിച്ചങ്ങോട്ടും അതിൽ ഭാഗമാകാൻ അവസരം കിട്ടുന്നതിൽ നന്ദി പ്രകാശിപ്പിക്കുകയും ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ നിക്ഷിപ്തമായ ഭാഗത്തിലേക്ക് കടക്കുകയാണ്. മനുഷ്യൻ്റെ ശരീരത്തിൽ ഏറ്റവും വേഗം കേടുവരാൻ പറ്റിയത് ഹൃദയമാണ്. കേടുവന്നാൽ തിരിച്ചെടുക്കാൻ വളരെ പ്രയാസവുമാണ്. യുരീദുൽ ഇൻസാനു ലിയഫ്ജുറ അമാമ. മനുഷ്യന് എത്ര പാഠം നൽകിയാലും അവൻ മുന്നോട്ട് ഗമിച്ചുകൊണ്ടിരിക്കുന്നു, പാപവുമായി, കുറ്റവുമായി. ചെന്നെത്താനുള്ള നരകത്തിൻ്റെ ഭീകരതയെക്കുറിച്ച് ശക്തമായി മുന്നറിയിപ്പ് നൽകിയിട്ട് പോലും കുതിരശക്തിയിൽ അവൻ തിന്മയിൽ കൂടി മുന്നേറുകയാണല്ലോ എന്ന അത്ഭുതം പ്രകടിപ്പിക്കുന്ന ഒരു വചനമാണ് അത്. കല്ലബൽ റാന അലാ ഖുലൂബിഹിം മാ കാനൂ യക്സിബൂൻ. അവർ ചെയ്തത് കാരണത്താൽ അവരുടെ ഹൃദയം അതിൽ കറ പുരണ്ട് നിറമാറ്റം സംഭവിച്ചു. സ്ത്രീകൾക്ക് പരിചയമുള്ളതുപോലെ അടുക്കളയിൽ തുടക്കാനും പിടിക്കാനും ഒക്കെ ഉപയോഗിക്കുന്ന കൈക്കൽ കൂട്ടി എന്ന് പറയുന്ന ഒരു ശീലയുണ്ട്. അതാരും തിരുമ്പാറില്ല. തിരുമ്പിയാൽ, അലക്കിയാൽ അത് തിരിച്ചു വരികയുമില്ല, അതിൻ്റെ നിറം കിട്ടുകയുമില്ല. അത് കളഞ്ഞുകയാണ്, മുറിച്ചു കളയുകയാണ് ചെയ്യാറുള്ളത്. ഇതുപോലെ ഹൃദയത്തെ തിരിച്ചെടുക്കാൻ പറ്റാത്ത വിധത്തിൽ നിറമാറ്റം സംഭവിച്ചു കഴിഞ്ഞു. ബിമാ കാനൂ യക്സിബൂൻ. ചെയ്തതിൻ്റെ ഫലങ്ങളെല്ലാം അവരുടെ ഹൃദയത്തിൽ വന്നടിഞ്ഞു കിടക്കുകയാണ്. എന്നല്ലാഹു നമ്മളുടെ ഹൃദയത്തിനുണ്ടാവുന്ന മാറ്റത്തെക്കുറിച്ചുള്ള മുന്നറിയിപ്പാണ്. പരിശുദ്ധ ഖുർആൻ പല നിരക്കുള്ള രോഗ സൂചനകൾ നൽകി. കദാലിക യത്ബഉല്ലാഹ്
അപ്രകാരം നാം അവരുടെ ഹൃദയത്തിൽ സീൽ ചെയ്തിരിക്കുകയാണ്, അല്ലെങ്കിൽ ചെയ്യുന്നതാണ്. തുറക്കാൻ പറ്റാത്ത ഒരു പെട്ടിയെ പോലെ അടച്ചു പൂട്ടപ്പെട്ടതായിത്തീരുന്ന രോഗത്തിൻ്റെ മൂർധന്യതയാണ് ആ കാണിക്കുന്നത്. അദ്ദേഹം മറ്റൊരു ശൈലിയിൽ പറഞ്ഞു, ഖതമല്ലാഹു അലാ ഖുലൂബിഹിം, പൂട്ടി അടച്ചു, തുറക്കാൻ പറ്റാത്ത രീതിയിൽ സീൽ ചെയ്യപ്പെട്ടു. ഇനി കേൾക്കുന്നതും കാണുന്നതും പറയുന്നതും ചിന്തിക്കുന്നതും ഒക്കെ ഹൃദയത്തിൻ്റെ പുറത്തെയാവുകയാണ്. ഒരു സ്ത്രീ ഗർഭാശയത്തിലല്ല, ഗർഭാശയത്തിൻ്റെ പുറത്ത് ഗർഭം ധരിച്ചാൽ വളരെ സീരിയസ് ആണ്, കോംപ്ലിക്കേറ്റഡ് ആണ്, നമുക്കറിയാം. ഇതുപോലെയാണ് ചില ആളുകളുടെ ഹൃദയം ആയിത്തീർന്നത്. ഹൃദയത്തിൻ്റെ പറ്റുന്ന രോഗത്തിൻ്റെ അവസ്ഥയെക്കുറിച്ചുള്ള ഖുർആനിൻ്റെ വിശകലനത്തിലെ ഒരു സൂചന. ഫീ ഖുലൂബിഹിം മറദ്, അവരുടെ ഹൃദയത്തിൽ രോഗമുണ്ട് എന്ന് പറഞ്ഞു. പിന്നെ പറഞ്ഞു അല്ലാഹു തആല, സുമ്മ ഖസത് ഖുലൂബുകും ഫഹിയ കൽ ഹിജാറ, സുമ്മ ഖസത് ഖുലൂബുകും മിൻ ബഅദി ദാലിക ഫഹിയ കൽ ഹിജാറ ഔ അശദ്ദു ഖസ്വ വഇന്ന മിനൽ ഹിജാറതി ലമാ യതഫജ്ജറു മിൻഹുൽ അൻഹാർ വഇന്ന മിൻഹാ യശഖഖു മിൻഹുൽ മാ വഇന്ന മിൻഹാ ലമാ യഹ്ബിതു മിൻഹാ മിൻ ഖശിയത്തില്ലാഹ് വല്ലാഹു വമല്ലാഹു ബിഗാഫിലിൻ അമ്മാ തഅമലൂൻ. ഇത് നമ്മൾ കേട്ട, എന്നാൽ ഹൃദയത്തിൻ്റെ കാഠിന്യതയെ കൃത്യമായി നമുക്ക് ഉൾക്കൊള്ളാനുള്ള ഉപമയായി ഒരു അലങ്കാര പ്രയോഗമായി ഖുർആൻ പറഞ്ഞു. ഇസ്രായേൽ സമൂഹം അവർ നിരവധി പാഠങ്ങൾ, ആയത്തുകൾ, ദൃഷ്ടാന്തങ്ങൾ കണ്ടു. പക്ഷേ മാറാനുള്ള മാനസികാവസ്ഥ കിട്ടിയില്ല. വയ്യ കൽ ഹിജാറ, നിങ്ങളുടെ ഹൃദയം കല്ല് പോലെയായി. കല്ലുകളുടെ കൂട്ടത്തിൽ അല്ലാഹു തആല വിശകലനം ചെയ്തു, യതഫജ്ജറു മിൻഹൽ അൻഹാർ. ഭാരതപ്പുഴയും ചാലിയാറും ഇരുവിഞ്ഞിപ്പുഴയും ഒക്കെ ഇതിൻ്റെ ഉത്ഭവസ്ഥാനം കല്ലാണ്. പാറക്കെട്ടുകളിൽ നിന്ന് ഉറവുകളായി വന്ന് കഴിവടികൾ കൂടിച്ചേർന്ന് വലിയ പുഴയായി അതിൻ്റെ തുടക്കം പാറക്കെട്ടുകളാണ്. ആ പാറക്കെട്ടുകളിൽ നിന്ന് പോലും നദികൾ ഉത്ഭവിക്കുന്നു, അതിൽ നിന്ന് വെള്ളം ഉത്ഭവിക്കുന്നു. വഇന്ന മിൻഹാ, അതിൽ നിന്ന് ഉരുണ്ടു വീണു, മിൻ ഖശിയത്തില്ലാഹ്, പാറകൾ തന്നാലെയല്ല ഉരുളുന്നത്, അവയുടേതായ പ്രകൃതിയിൽ അവ പടച്ച റബ്ബിനെ ഭയപ്പെട്ടുകൊണ്ടാണ് അത് ഉരുണ്ടു വീഴുന്നത്. കല്ലുകൾ താഴോട്ട് ഉരുണ്ടുരുണ്ട് മഴയത്തോ കാറ്റത്തോ മറ്റോ ഉരുണ്ടു വരുന്നതിൽ ആന്തരികമായ ദൈവികമായ പ്രകൃതിയുടെ ഒരു ഭാവവ്യത്യാസം അതിലുണ്ട് എന്നല്ലാഹു പറഞ്ഞു. ഈ മാറ്റങ്ങൾ ഒന്നും ഉൾക്കൊള്ളാൻ പറ്റാത്ത വിധത്തിൽ അവരുടെ ഹൃദയം കട്ടിയായിപ്പോയി, കല്ലായിപ്പോയിരിക്കുന്നു എന്ന് ഖുർആൻ പറഞ്ഞത് നമ്മുടെ ഹൃദയത്തിന്, അവരുടേത് മാത്രമല്ല, മനുഷ്യരുടെ ഹൃദയത്തിന് സംഭവിക്കുന്ന മാറ്റങ്ങളാണ് എന്ന് മാത്രമല്ല. സുമ്മ ഖസത് ഖുലൂബുഹും, വേറെ സ്ഥലത്ത് പറഞ്ഞു അല്ലാഹു തആല അവരുടെ ഹൃദയം, ഫവൈലുൽ ലിൽ ഖാസിയതി ഖുലൂബുഹും മിൻ ദിക്രില്ലാഹ്, അല്ലാഹുവിൽ നിന്ന് അകലുമ്പോഴെല്ലാം അവരുടെ ഹൃദയം കട്ടിയായി. നമ്മൾ ചോദിക്കും, വല്ലാത്ത തൊലിക്കട്ടിയാണ് അവരുടെ തൊലി, എന്ത് ചെയ്യാനും ഒരു കൂസലില്ലാത്ത, ലജ്ജയില്ലാത്ത ഒരു മനുഷ്യൻ എന്ന് നമ്മൾ പറയാറുള്ളത് അയാളുടെ തൊലിക്കല്ല കട്ടി, അത് ബ്ലേഡ് കൊണ്ട് മുറിയും. ചെറിയൊരു പോറൽ സംഭവിക്കാം ഒരാണി കൊണ്ട്, ഒരു മുട്ടുസൂചി കൊണ്ട്. അയാളുടെ തൊലിക്ക് യാതൊരു കാഠിന്യതയും ഇല്ല. പക്ഷേ അയാളുടെ ഹൃദയത്തെയാണ് അല്ലാഹു തആല പറഞ്ഞത്, വവൈലുൽ ലിൽ ഖാസിയതി ഖുലൂബുഹും, അവരുടെ ഹൃദയം കട്ടിയായി.
നമ്മളതിൽ സ്വാഭാവികമായും വല്ലാത്ത തൊലിക്കട്ടിയുള്ളവൻ എന്ന് നമ്മൾ പറയുന്നത് ആ ഹൃദയമാണ്. എന്ത് ചെയ്യാനും മടിയില്ലാത്ത ഒരവസ്ഥയിൽ നമ്മൾ എത്തിപ്പെട്ടാൽ നമ്മുടെ നാട്ടിൽ നാം കേൾക്കുന്നു. ഇതിൻ്റെ ഉദാഹരണമായിട്ട് വേണമെങ്കിൽ നമുക്ക് കൊണ്ടുവരാം. 24-കാരിയായ പെൺകുട്ടി, ബാപ്പ ദുബൈയിലാണ്. ഒരുപാട് കാലം ഒരു മലയാളിയുടെ ഒരു ചെറിയ തട്ടുകടയിൽ ചായ ഉണ്ടാക്കി സമാവറിന്റെ ചൂട് നെഞ്ചിൽ ഏറ്റുവാങ്ങി അയാളുടെ വായിലെ ഒരുപാട് പല്ല് പറഞ്ഞു പോയി ചൂട്. നേരം പുലരുമ്പോൾ കൃത്യമായി ശ്വാസം കിട്ടാതെ രോഗം പലതും ഏറ്റുവാങ്ങിയ ആ മനുഷ്യൻ തൻ്റെ മകൾക്ക് ഓപ്പൺ കോട്ടയിൽ MBBS കിട്ടി. സംഭവിച്ച കഥയാണ്. 2 കൊല്ലം കഴിഞ്ഞ് 3-ാം കൊല്ലത്തിലേക്ക് പ്രവേശിച്ചു MBBS. കുട്ടിയുടെ ബുദ്ധിയും പിതാവിൻ്റെ പ്രാർത്ഥനയും നെഞ്ഞുരുകിയ ആ കുട്ടിയോടുള്ള വാത്സല്യ സ്നേഹവും നമുക്ക് ഒപ്പിയെടുക്കാം. 15,000 ഉറുപ്പികൾക്ക് വീണ്ടും ആ കുട്ടി കത്തെഴുതിയപ്പോൾ അന്ന് ഷാർജയിൽ ചായ പാരുന്ന പീടികയിൽ ഒരു അതിഥിയായി എത്തിപ്പെട്ടവനായിരുന്നു ഞാൻ. അദ്ദേഹം ഓടി നടക്കുന്നത് നമുക്ക് കാണാമായിരുന്നു. ആ കുട്ടിയുടെ ആവശ്യ നിർവഹണത്തിന് വേണ്ടി 15,000 ഉറുപ്പിക ഒപ്പിക്കാൻ അദ്ദേഹം പെട്ട പാട്. ആ പണം കിട്ടിയപ്പോൾ ബസ്സിലെ കണ്ടക്ടർ സ്വന്തം അയൽപക്കത്തുള്ള മറ്റൊരു സമുദായത്തിൽപ്പെട്ടവൻ്റെ കൂടെ MBBSലെ 3-ാം കൊല്ലക്കാരിയായി കണ്ണിൽ എണ്ണയൊഴിച്ച് കാത്തിരിക്കുന്ന പ്രതീക്ഷയുടെ പ്രതീകമായ സമൂഹത്തിൻ്റെ, മുസ്ലിം സമുദായത്തിൻ്റെ ഒരു ഇസ്സത്തിന് മാറ്റുകൂട്ടുവാനും ആ കുടുംബത്തിൻ്റെ സംഭാവനയായ കുട്ടി ഓടിയൊടിച്ചിരിക്കുകയാണ്. അവർ തമ്മിൽ വിവാഹം നടന്നിരിക്കുന്നു. എന്തും ചെയ്യാൻ വേദന, കണ്ണീർ, അതുപോലെ തന്നെ മനസ്സിന്റെ വേദനകൾ തുറന്ന് ലോകമൊന്ന് കാണാൻ കഴിയാത്ത വിധത്തിലാണ് ആ ഉമ്മയുള്ളത്. ഇനി ഷാർജയിലേക്കില്ല, ഇനി സമൂഹത്തിന്റെ മുമ്പിലേക്കില്ല. അപമാനത്തിന്റെ ദുഃഖഭാരവുമായി പിതാവ് തലതാഴ്ത്തി നടക്കുന്ന കാഴ്ച നമുക്ക് കോഴിക്കോടിനടുത്ത പ്രദേശത്തുണ്ട്. ഈ നിലയ്ക്ക് എന്തും ചെയ്യാൻ മടിക്കാത്ത വിധത്തിലാണ് മനുഷ്യ ഹൃദയം. ആ ഹൃദയത്തിന്റെ താളം തെറ്റുന്ന നിമിഷങ്ങൾ എപ്പോഴാണെന്ന് കൃത്യമായി നിർവചിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഹൃദയത്തെ കൃത്യമായി സൂക്ഷിക്കണം. അതിന് വരുന്ന പരുക്കുകൾ കാത്തുകൊള്ളണം. അതിന് വരുന്ന വഴിതെറ്റുവാനുള്ള സാധ്യതകളെ അടച്ചു കളയുവാൻ വേണ്ടി അല്ലാഹു തആല ഒരുപാട് നിർദ്ദേശങ്ങൾ നൽകി. നിങ്ങൾ ഭക്ഷണം കൊടുത്തു, വസ്ത്രം കൊടുത്തു, വീടുണ്ടാക്കി കൊടുത്തു, വാഹനം കൊടുത്തു, എല്ലാം നല്ലത് തന്നെ. പക്ഷെ ഒന്നുകൊണ്ടും ഹൃദയത്തിന് യാതൊരു പരിവർത്തനം ഉണ്ടാക്കാൻ കഴിയില്ല. പിന്നെയോ അല്ലാഹു നസ്സല അഹ്സനൽ ഹദീസ് കിതാബൻ മുതശാബിഹൻ മസാനി തഖ്ശൈഉ മിൻഹു ജുലൂദുൽ ലദീന യഖ്ശൗന റബ്ബഹും സുമ്മ തലീനു ജുലൂദുഹും വഖുലൂബുഹും ഇലാ ദിക്രില്ലാഹ് ദാലിക ഹുദല്ലാഹ്. ഹൃദയം അത് ലാളിത്യമുള്ളതാകുവാൻ, വിനയമുള്ളതാവാൻ. ഉദാഹരണം, തിന്മയുടെ അടുത്ത് നോക്കി നിൽക്കാൻ പോലും കഴിയാത്ത വിധം മനം മടുപ്പ് വന്ന ആ മനുഷ്യൻ, ജീവിതത്തിലെ വിനയാന്വിതൻ, എണ്ണാൻ കഴിയാത്ത വിധത്തിലുള്ള സമ്പത്തിന്റെ ഉടമ, 24 മണിക്കൂറും ഫോണുകൾ, വലിയ ഒരു ഹോള് നിറച്ച്
ഒരുപാട് കണക്കെഴുതുന്ന ആളുകൾ, ഇതൊക്കെ ഉണ്ടായാൽ പോലും അയാൾ ഭൂമിയിലെ ഏറ്റവും വലിയ വിനീതനാണ്. അയാളുടെ ഹൃദയം അഹങ്കാരത്തെ കുറിച്ച് അറിയില്ല, ആർഭാടം അയാൾക്കറിയില്ല. സഹോദരങ്ങളെ, ഹൃദയത്തിന്റെ മാറ്റമാണ് നമുക്ക് കാണാം നമ്മുടെ വസ്ത്രത്തിനുണ്ട്. ഹൃദയത്തിന്റെ മാറ്റം നമ്മുടെ ഭക്ഷണത്തിനുണ്ടാകും. ഹൃദയത്തിന്റെ മാറ്റം നമ്മളുടെ പെരുമാറ്റത്തിലും വാക്കുകളിലുമുണ്ട്. ജീവിതത്തിൽ എവിടെയെല്ലാം തന്മയത്വമുണ്ടോ ആ ഹൃദയ പരിശുദ്ധിയുടെ പ്രതിച്ഛായയാണ് കാണുന്നത്. ഉയരേണ്ട ഭാഗം ഉയർന്നിട്ടുണ്ട് അയാളുടെ വസ്ത്രത്തിൽ, മറക്കേണ്ട ഭാഗം മറഞ്ഞിട്ടുണ്ട്. എന്തുണ്ടായാലും ശരി മറ്റുള്ളവന്റെ ദാസനായി മാറുന്ന, മറ്റുള്ളവന്റെ സേവകനായി മാറുന്ന, വിനയാന്വിതത്തിലേക്ക് താഴ്ന്നു പോകുന്ന, അത് അദ്ദേഹത്തിന്റെ ഹൃദയ മാറ്റമാണ്. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു പരുഷ്യ ഹൃദയം, പാരുഷ്യ ഹൃദയത്തിന്റെ ഖുർആൻ കൊണ്ട് മൃദുലമായ ആ ഹൃദയം അനാഥ കുടുംബത്തിന് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്ന കാഴ്ച ചരിത്രത്തിൽ നിന്ന് നമ്മൾ അയവിറക്കി. കണ്ണിൽ പുക വന്നപ്പോൾ അടുക്കളയിൽ ഊതി മാതാവിനെ മാറ്റി നിർത്തി, നിങ്ങൾ വേണ്ട, ഞാൻ തന്നെയാണ് കുട്ടികളുടെ ഉപ്പ, എന്നോടായിരിക്കും അവരെ കുട്ടി അല്ലാഹു ചോദിക്കുക. അതുകൊണ്ട് മാറി നിൽക്കാൻ പറഞ്ഞു. അടുക്കളയിൽ ഊതിയപ്പോൾ കണ്ണിൽ പുക നിറഞ്ഞ് പുറത്തു വന്ന് കണ്ണ് തിരുമ്പുമ്പോൾ ഇവർ പ്രാർത്ഥിക്കുന്നു, അവസരം ഇനിയും നൽകണമേ അല്ലാഹുവേ, സേവനത്തിന് വേണ്ടി, മറ്റുള്ളവരുടെ കണ്ണീർ തുടക്കാൻ വേണ്ടി അവസരം നൽകണമേ അല്ലാഹുവേ. അവസരം നൽകിയ അല്ലാഹുവേ നിനക്ക് സ്തുതി. ഭൂമിയിലെ വിനയാന്വിതരാണ്. എന്തുകൊണ്ട്? എല്ലാം ഉണ്ട് അവർക്ക്. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന്റെ അടുക്കലേക്ക് റസൂലുള്ള ഒരാളെ, ഒരു യാചകനെ പറഞ്ഞയച്ചു. നിനക്ക് എന്ത് വേണമെങ്കിലും അബ്ദുറഹ്മാൻ ഇബ്നു ഔഫിന്റെ വീട്ടിൽ ചെന്ന് അയാളോട് പറയും, നിനക്ക് കിട്ടും. റസൂലുള്ള ഓഫർ നൽകി. പതുങ്ങിക്കൊണ്ട് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫിന്റെ മുറ്റത്തെത്തിയപ്പോൾ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു വീട്ടുകാരോട് ഒരു ശകാരം. ആരാണ് ഈ മെഴുകുതിരി കത്തി തീരുന്നതിന് മുമ്പ് മുറ്റത്തേക്ക് വലിച്ചെറിഞ്ഞത്? അത് തന്റെ കുടുംബത്തോരായിരുന്നു ചോദിച്ചത്. അത് പെറുക്കിയെടുത്ത് കൊണ്ടുവന്ന് വീണ്ടും കത്തുന്ന ഒരു തിരിയായി, വെളിച്ചമായി ഉപയോഗിക്കുന്ന അബ്ദുറഹ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ ലാളിത്യം കണ്ടപ്പോൾ ആഗതൻ മടുത്ത്, അയാൾ മടുപ്പ് തോന്നി തിരിച്ചു പോവുകയാണ്. ഇത്രയും വലിയൊരു ബഖീലിനോടാണോ റസൂലുള്ള എന്റെ കാര്യം പറയാൻ വേണ്ടി പറഞ്ഞയച്ചത്? തിരിച്ചു റസൂലുള്ളാഹിന്റെ അടുക്കലേക്ക് ചെന്നപ്പോൾ വീണ്ടും തിരിച്ചു പറഞ്ഞയച്ചു. അബ്ദുറഹ്മാൻ അദ്ദേഹത്തെ വിളിച്ചു, നിനക്ക് എന്തു വേണം? വേണ്ടതെല്ലാം എടുത്തുകൊള്ളുവാൻ വേണ്ടി അദ്ദേഹത്തിന് അനുവാദം കൊടുക്കുന്ന കാഴ്ച. ജീവിതത്തിൽ പ്രഗത്ഭരായ, സമ്പന്നരായ, മഹൽ വ്യക്തിത്വങ്ങളായ, ഉന്നതിയുടെ ഉയർച്ചകൾ പിടിച്ചെടുത്തിട്ടുള്ള ആ മനുഷ്യർ ഭൂമിയിലെ വിനീതരായിരുന്നു. ആർക്കും കടന്നു ചെല്ലാം, പാറാവുകാരില്ല, ഗേറ്റ്മാനില്ല, സെക്യൂരിറ്റി ഇല്ല. അതായിരുന്നു അവർ. എന്താണ് അവരെ താഴ്ത്തിയത്? ഈ ഭൂലോകത്തിലുള്ള ഒരു ഉയർച്ചയും അവരെ താഴ്ത്തിയില്ല. എല്ലാം സ്വായത്തമാക്കിയവരാണ്. വിജ്ഞാനം, ശരീര ആരോഗ്യം, സമ്പത്ത് എല്ലാം ഉണ്ട്. പക്ഷേ അവരുടെ ഹൃദയം ലാളിത്യമായിരുന്നു. ഈമാൻ കൊണ്ട് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് പറഞ്ഞു, ഈമാനിന് 70 ശാഖകളുണ്ട്. അതിലേറ്റവും ഈമാൻ കടന്നു വന്നാൽ, ഹൃദയത്തിൽ അത് സ്ഥാനം പിടിച്ചാൽ അത് പ്രവർത്തിക്കാൻ തുടങ്ങുന്നു, ചാലക ശക്തിയാവുന്നു. ഒന്നാം പടി മറ്റുള്ളവരുടെ വിഷമം കണ്ടറിയുന്നവരാണ്. നടക്കുന്ന
വഴിയിൽ നിന്ന് മറ്റുള്ളവരുടെ വിഷമം കണ്ടറിഞ്ഞ് കുമ്പിട്ട് അതെടുത്തു മാറ്റുന്നവനാണ്. ഈമാൻ ശാലകമാണ്. വരുന്നവരോട് മുഖസ്തുതിയോടെ, പ്രസന്നതയോടെ, കൈ കൊടുത്താലിംഗനം ചെയ്ത് സലാം പറഞ്ഞ് പ്രാർത്ഥനയോടെ ഈമാൻ പുതുക്കി അവർ തിരിച്ചു പോകുന്നു. പോകുമ്പോൾ ഒരു കാര്യം, വൽ അസ്ർ ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ ഇല്ലല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്ത് വതവാസൗ ബിസ്സബ്ർ വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ്സബ്ർ. ഈ ആയത്തോടെ അവർ തിരിഞ്ഞു പോകുന്നു. ഈമാൻ നമ്മുടെ ഹൃദയം, നമ്മുടെ ജീവിതത്തിൽ എല്ലാ സ്ഥലത്തും അത് കാണാം. അത് ഒരഹങ്കാരത്തിന് നമ്മെ പ്രേരിപ്പിക്കുകയും നമ്മുടെ കല്യാണത്തിന്റെ ചടങ്ങുകളുടെ മാമാങ്കം ഈമാൻ മാറ്റിവെച്ചവർക്ക് മാത്രമേ കഴിയുകയുള്ളൂ. അയാളുടെ ജീവിതത്തിലുടനീളം എല്ലാ സ്ഥലത്തും ഈ പക്വത, ഈ വിനയാന്വിതത്വം കാണാം എന്നാണ് സൂചിപ്പിച്ചത്. അതുകൊണ്ട് അല്ലാഹു നസ്സല അഹ്സനൽ ഹദീസ് കിതാബൻ മുതശാബിഹൻ മസാനിയ തഖ്ശൈറു മിൻഹു ജുലൂദുൽ ലദീന യഖ്ശൗന റബ്ബഹും സുമ്മ തലീനു ജുലൂദുഹും വഖുലൂബുഹും ഇലാ ദിക്രില്ലാഹ്. എല്ലാം അല്ലാഹുവിനെ ഓർത്തുകൊണ്ട് സഹോദരങ്ങളെ, എന്തിനും മടിക്കാത്ത 4 കുഞ്ഞുങ്ങളെ വഴിയാധാരമാക്കി ജീവിതകാലം മുഴുവനും എല്ലാമാണെന്ന് വിശ്വസിച്ചുകൊണ്ട് സ്നേഹിച്ച ഭർത്താവിനെ തള്ളിപ്പറഞ്ഞ് താൽക്കാലിക നിമിഷങ്ങളുടെ മാത്രം സുഖത്തിന് വേണ്ടി ഇറങ്ങിയോടുന്ന കഥകൾ നിത്യവും വായിച്ചും കേട്ടും കണ്ടും കൊണ്ടിരിക്കുകയാണ് നാം ആരാവും സഹോദരങ്ങളെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു നമ്മളോട്, നിങ്ങൾ എപ്പോഴും അല്ലാഹുവിനോട് പ്രാർത്ഥിക്കണേ, അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഹുസ്നുൽ ഖാതിമ, നല്ലത് ചെയ്ത് നന്മയിൽ എൻ്റെ അന്ത്യം കുറിക്കണേ അല്ലാഹുവേ. വഴിയിൽ ആ നന്മ വലിച്ചെറിയുവാൻ കാരണമാകുന്ന ഭൗതികതയിൽ ഒരിക്കലും ഞാൻ അകപ്പെട്ടു പോകരുത്. ഇതൊരു കൊടുങ്കാറ്റാണ്. ഇത് ഒരു ചുഴിയുള്ള വെള്ള പ്രളയമാണ്. നമ്മൾ അതിൽ കുടുങ്ങി, ദുർബലരായ നമ്മൾ അതിൽ കുടുങ്ങി പോകാനുള്ള സാധ്യത മഹാനായ റസൂലുള്ളാഹിയുടെ പ്രാർത്ഥനയിൽ നമുക്ക് കാണാം. യാ മുഖല്ലിബൽ ഖുലൂബ്, അല്ലാഹുവേ ഹൃദയം നിന്റെ കയ്യിലാണ്. ബാക്കിയുള്ളതിനൊക്കെ ഒരു പരിധി വരെ എനിക്ക് നിയന്ത്രിക്കാം, പക്ഷേ എൻ്റെ ഹൃദയം എനിക്ക് നിയന്ത്രിക്കാൻ കഴിയില്ല. കടലിൽ എങ്ങനെയാണോ തിരമാല വരുന്നത്, അതുപോലെ മനസ്സിൽ ചിന്തകൾ ഓളങ്ങളായി ഒരു നിമിഷം പോലും പിടിച്ചു നിർത്താൻ കഴിയാത്ത വിധത്തിലുള്ള ആഗ്രഹങ്ങളുടെ, ഇച്ഛകളുടെ, താല്പര്യങ്ങളുടെ, ചിന്തകളുടെ മർമ്മസ്ഥാനമാണ്, അത്ഭുത സൃഷ്ടിയാണ് ആ ഹൃദയം. സൃഷ്ടിച്ചവൻ പറഞ്ഞു അതിൻ്റെ ശാന്തത, അതിനെ കീഴ്പ്പെടുത്താൻ, അതിനെ തസ്കിയത്ത് ചെയ്യുവാൻ, സംസ്കരിക്കാൻ ഒന്നേ ഒന്ന് വഴിയുള്ളൂ, രക്ഷിതാവിൻ്റെ വഴി. കാരണം അവനാണ് അതിനെ സൃഷ്ടിച്ചത്, അതിൻ്റെ പ്രകൃതി അവനറിയാം. റബ്ബനാ ലാ തുസിഗ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മ. പ്രിയപ്പെട്ടവരെ, നമ്മളുടെ 22-കാരിയായ പെൺകുട്ടിക്ക് ഈ പ്രാർത്ഥന പഠിക്കണേ. എങ്ങനെയാണ് മോളെ ഞാൻ നിന്നെ സ്നേഹിച്ചത്? അവളുടെ ഷൂ കീറാൻ പാടില്ല, അവളുടെ പാവാടയുടെ കയറ് പൊട്ടാൻ പാടില്ല, അവളുടെ പുസ്തകത്തിൻ്റെ കഷ്ണം പറയാൻ പാടില്ല, അവളുടെ ഫീസ് ഡേറ്റ് വ്യത്യാസപ്പെടാൻ പാടില്ലാതെ സ്നേഹിച്ചവരാണ് നമ്മൾ. ഈ സ്നേഹം മുഴുവൻ നൽകിയ പിതാവിന് തിരിച്ചു നൽകാൻ അവളുടെ കയ്യിൽ ഒന്നുമില്ലേ? അതുകൊണ്ട് വഴിതെറ്റി പോകാനുള്ള ഈ ശക്തമായ റൂട്ട് അവൾക്ക് പഠിപ്പിച്ചു കൊടുത്ത് പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, റബ്ബേ ലാ തുസിഗ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ. സന്മാർഗത്തിൽ എത്തിപ്പെട്ടു ഞാൻ, അൽഹംദുലില്ലാഹ്, സംതൃപ്തിയാണ്. പക്ഷേ ഇതിനെ കാത്തു മുറുകെ പിടിക്കുവാൻ നിന്റെ തൗഫീഖ് എൻ്റെ കൂടെ വേണം അല്ലാഹുവേ. ഇതൊരു മുത്താണ്, വിലമതിക്കാൻ കഴിയാത്ത ഒരു സ്വർണമാണ്. ആ സ്വർണം അതിന്
സൂക്ഷിക്കാൻ എനിക്ക് മാത്രം കഴിയില്ല റബ്ബേ. അതുകൊണ്ട് പറഞ്ഞു, നീ കൂടി എന്നെ സഹായിക്കണം. അല്ലാഹുമ്മ അഇന്നി അലാ ദിക്രിക വശുക്രിക വഹുസ്നി ഇബാദതി. അല്ലാഹുവേ, നിന്റെ സഹായം എനിക്ക് കിട്ടണം. ആരാണ്? ലോകത്തിന്റെ നേതാവ്. ആ റസൂലുള്ളാഹിനെ വളഞ്ഞു നിന്ന് ഉത്ബത്തും ശൈബത്തും മയ്യത്തും ഖലഫും അബീമുഅയ്തും വലീദിന്റെ മക്കളും അബൂജഹലും എല്ലാവരും വളഞ്ഞു. പ്രമാണിമാരുടെ വൻ സംഘമാണ് പ്രവാചകനെ വളഞ്ഞത്. നബിയേ മുഹമ്മദേ, നിന്റെ വാർമുക്തി അംഗീകരിക്കാം, നിനക്ക് എന്തു വേണമെങ്കിലും തരാം. ബാഹ്യമായ ഓഫറുകൾ, അടിക്കടി ഓഫറുകൾ. മഹാനായ റസൂലുള്ള പറഞ്ഞ വാക്ക്, യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക. ഒരൊറ്റ പ്രഖ്യാപനമാണ്. വലത് കൈയിൽ, ഇടത് കൈയിൽ സൂര്യൻ, ചന്ദ്രൻ, ഭൂഗോളം, ആകാശം, പ്രപഞ്ചം മുഴുവനും എന്റെ കയ്യിൽ എനിക്ക് ഒതുക്കി തന്നാൽ പോലും ഈമാൻ വിട്ട് കളിക്കാൻ എനിക്ക് കഴിയില്ല. ഇത് പറയുവാൻ, ഒരു വീടിക്ക് വേണ്ടി കള്ളത്തരം പറയുവാൻ, ചെറിയ നിസ്സാര നേട്ടങ്ങൾക്ക്, താൽക്കാലിക നേട്ടങ്ങൾക്ക് വേണ്ടി മതം മാറാൻ, രാജ്യത്തുള്ള മുസ്ലിങ്ങളെ മുഴുവനും ഒറ്റിക്കൊടുത്താലും സ്വതാൽപര്യങ്ങൾ സംരക്ഷിച്ചാൽ അതാണ് വലുതെന്ന് കാണുവാൻ ആരും തയ്യാറാവുന്ന കാലഘട്ടത്തിലാണ് കുട്ടികളെ നമ്മൾ ജീവിക്കുന്നത്. നാം ആരെ വിശ്വസിക്കണം? ആരാണ് നമുക്ക് മാതൃക? റസൂലുള്ളാഹിയിലേക്ക് മടങ്ങുക, സഹാബത്തിലേക്ക് മടങ്ങുക, ബിലാലിലേക്ക് മടങ്ങുക, അമ്മാറിലേക്ക് മടങ്ങുക, സുമയ്യയിലേക്ക് മടങ്ങുക, യാസിറിലേക്ക് മടങ്ങുക. മടങ്ങുകയില്ല അവർ ഇസ്ലാം, ആ ഇസ്ബാത്ത്, ആ ദൃഢത, അതിനു വേണ്ടി നമ്മുടെ മനസ്സിനെ പാകപ്പെടുത്തുക. സഹോദരങ്ങളെ, സബ്ബിഹിസ്മ റബ്ബിക്കൽ അഅല, സബ്ബഹ ലില്ലാഹി മാ ഫിസ് സമാവാതി വമാ ഫിൽ അർളി വഹുവൽ അസീസുൽ ഹകീം. ലഹു മുൽകുസ് സമാവാതി വൽ അർള് യുഹ്യി വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. അതുപോലെ പരിശുദ്ധ ഖുർആൻ ഉടനീളം സബ്ബഹ യുസബ്ബിഹു. അലം തറ അന്നല്ലാഹ യസ്ജുദു ലഹു മൻ ഫിസ് സമാവാതി വമൻ ഫിൽ അർള് വശംസു വൽ ഖമർ വൽ നുജൂം വൽ ജിബാൽ വശജർ വദ്ദവാബ് വകസീറുൻ മിനൻ നാസ്. ഈ ജാതി പ്രയോഗങ്ങൾ എന്തിനാണ് കുട്ടികളെ? ആകാശം, ഭൂമി അല്ലാഹുവിനെ തസ്ബീഹ് ചൊല്ലുന്നു. ആകാശഭൂമികളിൽ ഉള്ള എല്ലാം അല്ലാഹു തആല സുജൂദ് ചെയ്യുന്നു. എന്തിനാണ് ഇത് പറഞ്ഞത്? മഹോന്നതനാണ് നമ്മുടെ റബ്ബ്, മഹാനാണ്. സുബ്ഹാന റബ്ബിയൽ അഅ്ല, മഹാനാണ്, മതിയായവനാണ്. അവന് കീഴടക്കുവാൻ നാം ബാധ്യസ്ഥനാണെന്ന് മനസ്സിൽ ഉറപ്പിക്കുവാൻ വേണ്ടിയാണ് ഈ ആയത്തുകളെല്ലാം. ഇതുപോലെ ഒരുപാട് ആയത്തുകൾ വായിക്കുമ്പോൾ ആകാശം, ഭൂമി, അതിലുള്ള വസ്തുക്കൾ സുജൂദ് ചെയ്യുന്നു എന്ന സത്യം മനസ്സിലാക്കാനല്ല. ആ മഹാൻ, അവന് കീഴടങ്ങാൻ എന്റെ മനസ്സ് തയ്യാറാവണം. ലോകം മുഴുവനും അതിന് കീഴടങ്ങി മനസ്സേ, നീ അതിന് തയ്യാറാവും. ഭൗതികതയിൽ ലയിച്ചു പോകുക. ഉമർ റളിയല്ലാഹു അൻഹു അധികാരമേൽക്കുന്നു. അധികാരമേറ്റെടുത്തപ്പോൾ ഉമർ സ്വയം സംസാരിച്ച് നടന്നു പോവുകയാണ്. മൊബൈൽ ഫോണിലെ സംസാരമല്ല, സ്വന്തം ശരീരത്തോട് ആത്മഗതം ചെയ്യുകയാണ്. എന്താ? ഉമറെ, നീ അധികാരമേറ്റെടുത്തിരിക്കുന്നു. ഉമറിന്റെ ഉള്ളിൽ, മനസ്സിന്റെ ഉള്ളിൽ ഒരു ഉമറുണ്ട്. എന്റെയും നിങ്ങളുടെയും ഉള്ളിൽ ഒരു മനുഷ്യനുണ്ട്. നമ്മുടെ പേരിൽ അറിയപ്പെടുന്ന ഒരു മനുഷ്യൻ. അതെപ്പോൾ പുറത്തു ചാടും? വികാരപരമായി നമ്മളോട് സംസാരിക്കുമ്പോൾ നാം അല്ലാത്തൊരു വ്യക്തിയായി നമ്മൾ മാറും കേട്ടോ. സഹോദരങ്ങളെ, നമുക്ക് കൈനിറയെ നോട്ടുകൾ തരുമ്പോൾ നമ്മളല്ലാത്തൊരു മനുഷ്യനായി നമ്മൾ മാറുമോ? ഉമർ പറഞ്ഞു, ഉമറെ, നീ ഇന്നു മുതൽ മുസ്ലിങ്ങളുടെ അമീറുൽ മുഅ്മിനീനാണ്. ഞാൻ എൻ്റെ വീട്ടിൽ ചിലതെല്ലാം നടപ്പാക്കാൻ പോവുകയാണ്. കുടുംബത്തോടല്ല, സ്വന്തം ശരീരത്തോട്. ഇന്നു മുതൽ ഞാൻ എണ്ണ ഒഴിവാക്കുന്നു. സൈത്തിൽ പൊരിച്ച ഒന്നും എനിക്ക് വേണ്ട. ഉമറെ, മനുഷ്യ ജീവിതത്തിലേക്ക് തിരിച്ചു വരണേ. ഉമറെ, ഞാൻ നടപ്പാക്കുന്നത് നീ ഉൾക്കൊള്ളണമേ. സ്വന്തം മനസ്സിനോടാണ്. ആ മനസ്സിനെ കീഴ്പ്പെടുത്തുകയാണ് ഒരു മുഅ്മിനിന്റെ ബാധ്യത. യാ അയ്യുഹല്ലദീന ആമനു, സത്യവിശ്വാസികളെ,
ഇസ്തജീബു ലില്ലാഹി വലിർറസൂലി ഇദാ ദഅഅകും ലിമാ യുഹ്യീകും വഅലമു അന്നല്ലാഹ യഹൂലു ബൈനൽ മർഇ വഖൽബിഹി. മുഅ്മിനുകളെ, നിങ്ങൾ അല്ലാഹു തആലാക്ക് ഇസ്തജീബു ലില്ലാഹി വലിർറസൂൽ ഇദാ ദഅഅകും, അവർ നിങ്ങളെ ക്ഷണിച്ചാൽ നിങ്ങൾ ഉത്തരം ചെയ്യണം. നിങ്ങളുടെ സ്വാർത്ഥത പിന്നെ നിങ്ങൾക്കില്ല. അള്ളാഹുവിന്റെയും അവരുടെ റസൂലിന്റെയും ഇഷ്ടം എന്താണ്? ലിമാ യുഹ്യീകും, നിങ്ങളുടെ യഥാർത്ഥ കൽബിന്റെ ഹൃദയത്തിന്റെ ജീവൻ തുടിക്കുന്നതാണ് അവിടെയാണ്. സഹോദരങ്ങളെ, ഈമാനില്ലാത്തവന് ജീവനുണ്ടെങ്കിലും മരിച്ച മനസ്സാണുള്ളത്. ഈമാനില്ലാത്തവൻ ഹൃദയത്തിലാണ് അത് നിറയുക. നമ്മൾ പറഞ്ഞു, എവിടെയാണ് ഈമാൻ? ഹൃദയത്തിലാണ് നിറയുക. അത് നിറഞ്ഞിട്ടില്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അതിൻ്റെ രോഗം ബാധിക്കും. അതുകൊണ്ട് മരിച്ചവരാണ്, അവർക്ക് ഹിദായത്തിന്റെ വെളിച്ചം കിട്ടാതെ മരിച്ച് ഇരുട്ടിൽ കഴിയുന്നവരാണ് ഈമാനില്ലാത്തവർ. അതിലേക്ക് നിങ്ങൾ ഉത്തരം ചെയ്യുക. പിന്നെ പറഞ്ഞ വാക്ക് നമുക്കൊരു വേജാറുള്ളതാണ്, പ്രയാസമുള്ളതാണ്. അഅലമു അന്നല്ലാഹ യഹൂലു ബൈനൽ മർഇ വഖൽബിഹി വഅന്നകും ഇലൈഹി തുർശഊൻ. നിങ്ങളുടെയും നിങ്ങളുടെ അടിമയുടെയും അവന്റെ ഹൃദയത്തിന്റെയും ഇടയിൽ അല്ലാഹു തആല മറയിട്ട് കളയുന്നത് ശ്രദ്ധിക്കണേ. പടച്ചോനെ, ഇനി എങ്ങനെ അടുക്കും റബ്ബിലേക്ക്? റബ്ബിന്റെയും സൃഷ്ടികളായ നമുക്കിടയിലും ഇരുമ്പിന്റെ മറബന്ധുകൾ. ആ മറയെ കുറിച്ചാണ് നേരത്തെ സൂചിപ്പിച്ചത്. അങ്ങനെ മറയിട്ട് കഴിഞ്ഞാൽ നമുക്ക് റബ്ബിനെ കുറിച്ച് ഓർക്കാൻ കഴിയില്ല. ദുനിയാവ് കൊണ്ട് നമ്മൾ സന്തോഷിക്കും. ഇന്നല്ലദീന ലാ യർജൂന ലിഖാഅന വറദൂ ബിൽ ഹയാത്തി ദുനിയ വതുമാന്നു ബിഹാ വല്ലദീന ഹും അൻ ആയാതിനാ ഗാഫിലൂൻ ഉലൈക മഅ്വാഹും നാർ. ഇന്നല്ലദീന ലാ യർജൂന ലിഖാഅന, എന്നെ കണ്ടുമുട്ടണമെന്ന് ആഗ്രഹിക്കാത്തവർ. ഇന്നഹും കാനൂ ലാ യർജൂന ഹിസാബ, നമുക്ക് പരിചയമുള്ള സൂറത്തുൽ നബ്. എന്നെ കണ്ടുമുട്ടണം, എന്റെ വിചാരണയെ കുറിച്ച് ചിന്തിക്കാത്തവർ നരകത്തിലാണ്. വറദൂ ബിൽ ഹയാത്തി ദുനിയ, ഭൗതിക ജീവിതം കൊണ്ട് സന്തോഷിക്കുന്നവരാണ്. പേടി തോന്നുകയാണ് സഹാബാക്കൾക്ക്. പടച്ചവനെ, എൻ്റെ കൂടെ മുസ്അബ് മരിച്ചുപോയി, എൻ്റെ കൂടെ ഉണ്ടായിരുന്ന മുസ്അബ് മരിച്ചുപോയി. മുസ്അബിനെ കുറിച്ച് നിങ്ങൾക്കറിയാം. ഖബർ സന്ദർശിക്കുമ്പോൾ പൊട്ടി പൊട്ടി കരഞ്ഞു. ദിവസത്തിൽ 4 പ്രാവശ്യം വസ്ത്രം മാറ്റിയ യുവാവായിരുന്നു അദ്ദേഹം. ചേലും കോലമുള്ള സൗന്ദര്യ വദനമുള്ള അനുഗ്രഹീത ശരീരപ്രകൃതിയുള്ള സംഭാഷണ രീതിയുള്ള മഹാനായ പ്രവാചകന് തുല്യമായി വെക്കാൻ പറ്റുന്ന ശരീരത്തിന്റെ ഭാഗ്യ, ആ ശരീരപ്രകൃതിയുള്ള മനുഷ്യൻ ആദ്യമായി മദീനയിലേക്ക് കടന്നു ചെന്ന് ഇസ്ലാം ഓരോ വീട്ടിലും പരിചയപ്പെടുത്തിയ മഹാനായ മുസ്അബ്. ആ മുസ്അബ് ഉഹദ് യുദ്ധത്തിൽ കൊടിവെടിപ്പിടിച്ച് അദ്ദേഹം മരിച്ചപ്പോൾ അദ്ദേഹത്തിന് അരന്റെ കീഴ്പ്പെട്ട് നേർപകുതി പുല്ലിൽ പൊതിഞ്ഞ കഥ. ഞാൻ ഇന്ന് എത്ര സുന്ദരനായി കണ്ടിരുന്നു റസൂലുള്ള. ആ മയ്യത്ത് നോക്കി, മയ്യത്തിനോടല്ല, പ്രവാചകൻ ഉൾക്കൊള്ളുകയാണ്, ഒരു പരമസത്യം ഉൾക്കൊള്ളുകയാണ്. ഞാൻ ഇന്ന് എത്ര സുന്ദരനായി കണ്ടിരുന്നു, എത്ര പ്രാവശ്യമാണ് നീ വസ്ത്രം മാറ്റിയിരുന്നത്, കുലീന കുടുംബത്തിൽ ഒരു മെമ്പറല്ലേ, നിന്റെ മരണം ഇതാ, പക്ഷേ സ്വർഗമാണ് കൂടെയുള്ളത്. അപ്പോൾ പേടിച്ചു. പടച്ചവനെ, എല്ലാം ദുനിയാവും പരലോകത്തിന് പകരം ദുനിയാവ് ഞങ്ങളുടെ കയ്യിൽ തരികയാണോ എന്ന് ഭയപ്പാടോടുകൂടി ഞങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ, വീട്ടിൽ, കുടുംബത്തിൽ, സമൂഹത്തിൽ കഴിഞ്ഞത് പേടിച്ചുകൊണ്ടായിരുന്നു. ഖുർആൻ പലപ്പോഴും പറഞ്ഞു, കുറച്ച് കരഞ്ഞോ, കുറച്ച് ചിരിച്ചോളിപ്പോൾ കൂടുതൽ കരയുക. കരയാൻ റസൂലുള്ള പറഞ്ഞു. ആയത്തിന്റെ വിശദീകരണം,
ലൗ അന്നകും തഅലമൂന മാ അലിംതു ലളഹിഖ്തും ഖലീലൻ വലബഖീതും കസീറാ. ഞാൻ അറിഞ്ഞത് നിങ്ങൾ ഉൾക്കൊണ്ടിരുന്നുവെങ്കിൽ, എൻ്റെ മനസ്സിലുള്ളത് നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ പകർന്നിരുന്നുവെങ്കിൽ നിങ്ങൾ എന്നെക്കാൾ കൂടുതൽ കരയുമായി, നിങ്ങൾ വളരെ കുറച്ച് ചിരിക്കുമായിരുന്നല്ലോ. യാഥാർത്ഥ്യം ഉൾക്കൊള്ളാത്ത പൊട്ടനാണ് ഈ ലോകത്ത് ചിരിച്ചു മതിച്ചു കൊണ്ടിരിക്കുക. അതുകൊണ്ട് ഇന്നാ കുന്നാ ഫീ അഹ്ലിനാ മുശ്ഫിഖീൻ, ഞങ്ങൾ ഞങ്ങളുടെ കുടുംബത്തിൽ പേടിച്ച് കഴിഞ്ഞവരാണ്. അതുകൊണ്ട് ഫമന്നല്ലാഹു അലൈനാ വവഖാനാ അദാബസ്സൗം, കത്തിജ്വലിക്കുന്ന നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരൊറ്റ കാരണം ഹൃദയത്തിൻ്റെ പേടിയാണ്. നാം ആരായിത്തീരണം എന്ന ചോദ്യത്തിന് അതാണ് ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ഇദാ ദുകിറല്ലാഹു വജിലത് ഖുലൂബുഹും വഇദാ തുലിയത് അലൈഹിം ആയാതുഹു സാദത്തുഹും ഈമാനാ വഅലാ റബ്ബിഹിം യതവക്കലൂൻ. അല്ലാഹ് അത് കേൾക്കുമ്പോൾ കിടക്കാൻ തുടങ്ങും, ഹൃദയം പേടിക്കാൻ തുടങ്ങും. സഹോദരങ്ങൾ, 5 വയസ്സായ കുട്ടി, നമ്മൾ നഗരത്തിൽ ടൗണിൽ വാഹനത്തിൻ്റെ തിരക്കിൻ്റെ ഇടയിൽ നമ്മുടെ കയ്യിൽ നിന്ന് വിട്ടോടി നമ്മുടെ കൺമുമ്പിൽ വെച്ചുകൊണ്ട് ഇടിച്ചു തകർക്കപ്പെട്ടു മരിച്ചുപോയ കുഞ്ഞ് ആ സ്ഥലത്തെത്തുമ്പോൾ നമ്മൾ ഒന്ന് പിടയും. ആ ദിവസമാകുമ്പോൾ ഉമ്മ പറയും, എനിക്കെന്തിൻ്റെ വസ്ത്രം, എനിക്കെന്ത് പെരുന്നാൾ, എനിക്കെന്ത് ഭക്ഷണം. എൻ്റെ കുഞ്ഞ് എൻ്റെ കയ്യിൽ നിന്നാണല്ലോ പോയത്. ഓർത്ത് കൊല്ലങ്ങൾ 5 കഴിഞ്ഞാലും നമ്മൾ കരയും. സഹോദരങ്ങളെ, ഇതിനേക്കാൾ നമ്മുടെ ഹൃദയത്തിൽ സ്വാധീനിച്ചു കൊണ്ടിരിക്കുന്നു അല്ലാഹ്. അതുകൊണ്ട് ഇന്നമൽ മുഅ്മിനൂന ഇദാ ദുകിറല്ലാഹു വജിലത് ഖുലൂബുഹും, അവരുടെ ഹൃദയം പേടിക്കാൻ തുടങ്ങും. എന്തുകൊണ്ട്? അല്ലാഹു അക്ബർ. നമസ്കാരത്തിൽ നിൽക്കുമ്പോൾ നമുക്ക് ആ റബ്ബിനെ നമ്മുടെ ഹൃദയം ഒന്ന് കുലുങ്ങാത്തത് എന്തുകൊണ്ട് വഴിമാറിപ്പോകുന്നു? നമ്മുടെ ഹൃദയത്തിൽ നിറഞ്ഞു നിൽക്കുന്നത് എന്താണോ ഹൃദയത്തിൽ നിറഞ്ഞത് അതേ പുറത്തു വരികയും. നോട്ട് മരവിപ്പിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ നോട്ടിൻ്റെ വേദനകളാണ്. ദുനിയാവിൻ്റെ ഏതൊരു കാര്യം നഷ്ടപ്പെടുമ്പോൾ അതിൻ്റെ ദുഃഖമാണ്. ഈ കാണുന്ന നെറ്റിയിലെ ഞരമ്പുകൾ ഓരോന്നായി തുടിച്ചു നിൽക്കുന്നത് ദുനിയാവിന് വേണ്ടി വേദനിച്ചതിൻ്റെ അടയാളങ്ങളാണ്. മുഖത്ത് ലേശം കരുവാടിച്ചു വരുന്നത് ഈ ദുനിയാവിനെ കുറിച്ച് പേടിച്ചതുകൊണ്ടാണ്. പക്ഷേ അള്ളാഹുവിനെ കുറിച്ച് പേടിച്ചുകൊണ്ട് വിറക്കേണ്ട ഒരവസ്ഥ വേണമെങ്കിൽ ഹൃദയത്തിൽ റബ്ബുമായി അലാഖത്ത് ബന്ധമാണ്. അതുകൊണ്ട് അള്ളാഹുവിനെ കുറിച്ച് ഓർക്കുമ്പോൾ അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്, യാ ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ആമനൂ ബില്ലാഹി വറസൂലിഹി ലം യർതാബു വജാഹദു ബിഅംവാലിഹിം വഅൻഫുസിഹിം ഫീ സബീലില്ലാഹി ഉലൈഹികും മുസ്സാദിഖൂൻ. മുഅ്മിനുകൾ അവർ ശരീരം കൊണ്ട് അവരുടെ ധനം കൊണ്ട് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നു, അധ്വാനിക്കുന്നു. സ്വന്തം മകൾക്ക് കൊടുക്കുന്നതിനേക്കാൾ, മോളെ നിനക്കൊരു അടിമയെ വെച്ച് ജീവിതത്തിൻ്റെ സുഖം നൽകുന്നതിനേക്കാൾ നല്ലത് മോളെ ഞാൻ ഈ അടിമകളെ മറ്റുള്ളവർക്ക് കൊടുക്കലല്ലേ. നീ സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ എന്ന് ആ തസ്ബീഹ് ചൊല്ലി കിടന്നുറങ്ങും. വേദനകൾ പരലോകത്തെ കുറിച്ച് ഓർത്തുകൊണ്ട് അതിലെ പുണ്യം വർദ്ധിപ്പിക്കുമ്പോൾ വേദന പോകണം മോളെ. അല്ലാഹു അക്ബർ. സഹോദരങ്ങളെ, പരലോകത്തിന് വേണ്ടി അധ്വാനിക്കുമ്പോൾ ദുനിയാവിലെ ദുഃഖം മറക്കണേ. ബിലാലെ ഇഖാമത്ത് കൊടുക്കൂ. ദുനിയാവിന്റെ ദുഃഖവും വിഷമവും മറന്നുകൊണ്ട് മനസ്സിന് ഹൃദ്യമായ അനുഗ്രഹീതമായ സന്തോഷമായ ആസ്വാദകരമായ ഒരു നിമിഷമാണ് നമസ്കാരം. അതിലേക്ക് കടക്കട്ടെ. റസൂലുള്ളാഹി നമ്മുടെ ഇബാദത്ത് നമ്മുടെ ആനന്ദമാകണം. അതുകൊണ്ടാണ് വലാകിന്നല്ലാഹ ഹബ്ബബ ഇലൈക്കുമുൽ ഈമാൻ വസയ്യനഹു ഫീ ഖുലൂബിക്കും വകറഹ ഇലൈക്കുമുൽ കുഫ്ര വൽ ഫുസൂഖ വൽ ഇസ്യാൻ ഉലൈക ഹുമുർ റാഷിദൂൻ. ഹബ്ബബ ഇലൈക്കുമുൽ ഈമാൻ, മുഅ്മിനീങ്ങളുടെ ലക്ഷണം അല്ലാഹു അവർക്ക് ഇഷ്ടമാക്കി കൊടുത്തിരിക്കുകയാണ്. എന്തൊരു സന്തോഷം!
ഒരു മുസ്ലിമായി ജീവിക്കാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം, നിർവൃതി. ഹബ്ബബൈലൈക്കുമുൽ ഈമാൻ വസയ്യനഹു ഫീ ഖുലൂബിക്കും, ഹൃദയത്തിന്റെ ആനന്ദവും ഐശ്വര്യവും അഭിമാനവും അന്തസ്സും ഇസ്ലാം. സഹോദരങ്ങളെ, ഒരു അഭിമാന ബോധം അല്ലാഹുവിന്റെ ദീനിൽ എത്തിപ്പെട്ടത് നമ്മുടെ കുട്ടികൾക്ക് അപമാനമാണ്. നമ്മുടെ പ്രിയപ്പെട്ട പെൺകുട്ടികൾക്ക് അപമാനമാണോ? സഹോദരങ്ങളെ, ഹൃദയത്തിന്റെ മാറ്റം പേടിക്കണേ. അതെപ്പോഴാണ് ദുനിയാവിലേക്ക് തിരിയുക? അത് നിങ്ങൾ അഭിമാനം, അന്തസ്സ്, സൗന്ദര്യം, ഭംഗി. അങ്ങേയറ്റത്തെ വെറുപ്പ് വേണം തിന്മയോട്. ഫുസൂഖ് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം മാത്രം, ബാക്കിയുള്ളതെല്ലാം നിങ്ങൾക്കറിയാം. ഫുസൂഖ് വളരെ ചെറിയ തെറ്റുകൾ. ഒരു നുണ നമ്മുടെ മുമ്പിൽ വലുതല്ല, ചെറിയതായി നമുക്ക് തോന്നും. ചെറിയ തിന്മകളെ കുറിച്ചാണ് ഫുസൂഖ് എന്ന് പറയാറുള്ളത്. യഥാർത്ഥത്തിൽ ഫിഖ്ഹിന്റെ പണ്ഡിതന്മാർ അർത്ഥം കൊടുത്തത് ഇടത്തോട്ട് തുപ്പുന്നതിന് പകരം വലത്തോട്ട് തുപ്പുന്നതാണ് ഫുസൂഖ്. അല്ലാഹു അക്ബർ. സഹോദരങ്ങളെ, അല്ലാഹു പറഞ്ഞു എതിർ പ്രവർത്തിക്കുക, അല്ലാഹുവിനെ എതിർ പ്രവർത്തിക്കുക എന്നത് അങ്ങേയറ്റം വേദന. ഞാൻ അങ്ങനെ ചെയ്തു പോയല്ലോ പഠിച്ചോനെ, വേദനിച്ചുകൊണ്ട് ഇറങ്ങുകയാണ്. ഞാൻ അങ്ങനെ പറഞ്ഞു പോയല്ലോ റബ്ബേ, ഞാൻ ചെയ്തതിന്റെ ആ സാഹചര്യം നിനക്കറിയാം നാഥ, തിരിച്ചു വരുന്നു. ഈ നിലക്ക് വേദനയും ദുഃഖവുമായി തീരുന്ന ഒരവസ്ഥയാണ് ഈമാനിന്റെ ലക്ഷണം. ഉലൈക റാഷിദൂൻ. അല്ലാഹു ഒരു ക്വാളിഫിക്കേഷൻ നൽകി. നാം ഒരു ക്വാളിഫൈഡ് ആണ്, അത് നേടിയിരിക്കുന്നു. ഏത്? ഉലൈക റാഷിദൂൻ, വിവേകശാലികളാണ്. ഈമാൻ വ്യക്തമായി തീരുകയും അതിനെതിരിൽ വരുന്ന ചെറിയ തിന്മകൾ പോലും അങ്ങേയറ്റത്തെ വെറുപ്പാവുകയും ചെയ്യും. ഇത് വരുമ്പോൾ സുബ്ഹാന റബ്ബിയൽ അസീം, ഉന്നതനായ മഹാനായ റബ്ബിന്റെ ഇസ്സത്തിന്റെ ഹിക്മത്തുകളെല്ലാം നമ്മുടെ മനസ്സിൽ ഓർമ്മ വരും. ആ റബ്ബിനെ ഓർക്കുമ്പോൾ മനം കൊള്ളും. അവന്റെ എതിർ പ്രവർത്തിക്കുമ്പോൾ സഹസഖ്യമായ ഒരു കുഞ്ഞിന്റെ മരണത്തെക്കാൾ വലിയ വേദന മനസ്സിന് അനുഭവപ്പെടും. അതാണ് ഈമാനിന്റെ ലക്ഷണമാണ്. സഹോദരങ്ങളെ, ദുനിയാവിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിയന്ത്രിച്ച 2 ആയത്തുകൾ. മനസ്സിൽ ഈമാനിന് പകരം ദുനിയാവ്. കപ്പലോടാൻ വെള്ളം വേണം, പക്ഷേ കപ്പലിന്റെ അകത്തേക്ക് വെള്ളം കയറിയാൽ ജീവിക്കാൻ നമുക്ക് ദുനിയാവ് വേണം, വേണ്ട എന്നല്ല. പക്ഷേ നമ്മുടെ ഹൃദയത്തിൽ ദുനിയാവ് നിറഞ്ഞാൽ അതാണ്ടാണ്ട് പോകുന്നതാണ്. അതുകൊണ്ട് മഹാനായ റസൂലുള്ളാഹിനോട് പറഞ്ഞൊരു വാക്ക് ശ്രദ്ധിക്കൂ. സൂറത്തു താഹ, വലാ തമുദ്ദന്ന അഅ്നൈക ഇലാ മാ മത്തഅനാ ബിഹി അസ്വാജം മിൻഹും സഹറത്തിൽ ഹയാത്തി ദുനിയ ലിനഫ്തിനഹും ഫീഹി വരിസ്ഖു റബ്ബിക ഖൈറുൻ വഅബ്ഖാ. അല്ലാഹു അക്ബർ. നബി അവരുടെ മക്ക മുശ്രിക്കുകളായ പണക്കാരായ ആളുകളുടെ ജീവിതത്തിന്റെ പളപ്പളപ്പിലേക്ക് നോക്കി നിൽക്കരുത് നബിയെ. വലാ തമുദ്ദന്ന അലൈക ഇലാ മാ മത്തഅനാ മിൻഹും സഹറത്തുൽ ഹയാത്തി ദുനിയ. ഭൗതികത്തിന്റെ പലതും നാം അവർക്ക് കൊടുത്തിട്ടുണ്ട്. ആ കൊടുത്ത വിവിധങ്ങൾ അത് നോക്കി നിൽക്കരുത് നബിയെ. നേരെ പരലോകത്ത് നോക്കൂ. വരിസ്ഖു റബ്ബിക ഖൈറുൻ വഅബ്ഖാ. പരലോകത്തേക്ക് നോക്കൂ നബിയെ. അല്ലാഹുവിന്റെ റസൂൽ പരലോകം കണ്ടു. നബിയോട് പറഞ്ഞു, വലസൗഫ യുഅതീക റബ്ബുക ഫതർള. നിന്നെ എൻ്റെ റബ്ബ് സന്തോഷിപ്പിക്കും പരലോകത്ത് വെച്ച്. അത് പോരെ, മതി. അതുകൊണ്ട് അല്ലാഹുവേ, അല്ലാഹുവിന്റെ ചിഅൽ ഖൂത മുഹമ്മദ്, ഖൂത ആലി മുഹമ്മദ് റിസ്ഖ. ഒരു ദിവസത്തെ ഭക്ഷണം മാത്രമേ മുഹമ്മദിന്റെ വീട്ടിലേക്ക് തരാവൂ. 2ാമത്തെ ദിവസത്തേത് ഇന്ന് തരണം, നാളെ തന്നാൽ മതി, നാളത്തെ. റസൂലുള്ള ആ പരലോകത്തിന്റെ ഇത് തൃപ്തിപ്പെട്ടു. നമ്മുടെ തൃപ്തി എവിടെയാണ് നമ്മെ തൃപ്തിപ്പെടുത്തുന്നത്? എന്താണ്? അതുകൊണ്ട് ആരാധന കൊണ്ട് നമുക്ക് തൃപ്തി അടയാൻ കഴിയുന്നില്ല, നമുക്കൊന്ന് ശാന്തമാവാൻ കഴിയുന്നില്ല.
മഹാനായ റസൂലുള്ള സന്തോഷിച്ചതുപോലെ ഈമാനിന് മധുരമുണ്ട് കുട്ടികളെ. എന്താണ് മധുരം? ആ മധുരം അനുഭവിക്കണമെങ്കിൽ അല്ലാഹു റസൂലു അഹബ്ബ ഇലൈഹി, അല്ലാഹുവും അവന്റെ റസൂലും അവൻ ഏറ്റവും ഇഷ്ടപ്പെട്ടവനാവണം. പക്ഷേ ദുനിയാവ് ഇഷ്ടപ്പെട്ടാൽ നമുക്ക് പരലോകത്തിൽ ആ മനസ്സടുക്കുകയില്ല. അതുകൊണ്ട് നബിയെ അതിലേക്ക് നോക്കരുത്. അർത്ഥം ഞാൻ വിശദീകരിക്കുന്നില്ല. മഹാനായ കുടുംബത്തോട്, പ്രവാചകന്റെ കുടുംബത്തോട് പറഞ്ഞ വാക്ക് ശ്രദ്ധിക്കൂ. ഖുലി യാ അയ്യുഹൻ നബിയ്യു ഖുലി അസ്വാജിക ഇൻ കുൻതുന്ന തുരിദുനൽ ഹയാത്തദ് ദുനിയ വസീനതഹ ഫതആലൈന ഉമത്തിഉകുന്ന വഉസരിഉകുന്ന സറാഅൻ ജമീല വഇൻ കുൻതുന്ന തുരിദുന അല്ലാഹ വറസൂലഹു വദ്ദാറൽ ആഖിറ വഇന്ന അല്ലാഹ അഅദ്ദ ലിൽ മുഹ്സിനാതി മിൻകുന്ന അജ്റൻ അളീമ. നബിയെ പറയൂ തങ്ങളുടെ ഭാര്യമാർക്ക്, ജീവിതത്തിന്റെ സുഖത്തിന് വേണ്ടി ഒരു നേരത്തെ ഒരു ഭാഗം ഉടുത്താൽ മറുഭാഗം കഴുകിയോ ഉണങ്ങിയാൽ മാറ്റിയെടുക്കാൻ മാത്രമുള്ള പരുവത്തിലുള്ള കുടുംബ ജീവിതത്തിന്റെ കട്ടതകളുടെ കയ്പുകൾ അനുഭവിക്കുന്ന കുടുംബമാണ് നബി കുടുംബം. ആ കുടുംബം റസൂലുള്ളാഹിനോട് എന്ന് പറഞ്ഞു, നബിയെ നല്ല ഭക്ഷണം, ഒരു ചെറിയ നല്ല മാറ്റം. അപ്പോഴാണ് പറയുന്നത് അല്ലാഹു തആല, നബിയെ നിങ്ങളുടെ കുടുംബത്തിലുള്ള ഭാര്യമാർക്ക് ദുനിയാവാണോ ആവശ്യം? ഇൻ കുൻതുന്ന തുരിദുനൽ ഹയാത്തദ് ദുനിയ വസീനതഹ. ഒരാൾക്ക് 5 ചെരുപ്പുണ്ട് നമ്മുടെ വീട്ടിൽ. ഒരു വീട്ടിൽ കയറി ചെന്നപ്പോൾ ഞാൻ ചെറിയ 5 ചെരുപ്പ് കണ്ടപ്പോൾ വിചാരിച്ചു, ഇല്ല ഇവിടെ ഒരു 5 കുട്ടികളെങ്കിലും നഴ്സറിയിലേക്ക് ചേർക്കാൻ കിട്ടും, ബാപ്പയോടൊന്ന് സംസാരിക്കാം. പക്ഷേ അത് ഒരൊറ്റ കുട്ടിയുടേതായിരുന്നു. ഫർദ നമ്മളുടെ വീട്ടിൽ ഷോക്കേസിലേക്ക് അല്ലെങ്കിൽ ഷെൽഫിലേക്ക് ഉന്തിയാൽ തള്ളിയാൽ പുറത്തേക്ക് തെറിച്ചു വരും. കാരണം 5 അതിനുള്ളിലുണ്ട്. നമുക്ക് എങ്ങനെ പരലോകം പറയുമ്പോൾ നമുക്ക് അതിലേക്ക് ലയിച്ചു തരാൻ കഴിയും? എങ്ങനെ നമ്മുടെ നമസ്കാരത്തിൽ നമുക്ക് ഖുശൂ' വരും? ദുനിയാവിൽ പൊതിഞ്ഞിരിക്കുകയാണ്, നമ്മുടെ ഹൃദയം നിറഞ്ഞു നിൽക്കുകയാണ്. അതുകൊണ്ട് നബിയെ വൈൻ കുൻതുന്ന തുരിദുനൽ ഹയാത്ത് വസീനതഹ ഫതആലൈന, എല്ലാവരും വരിക, നിങ്ങളെ ഞാൻ തലാഖ് ചെല്ലാം. വേറെ ഭർത്താക്കന്മാർ കാത്തു നിൽക്കുന്ന ഇഷ്ടം പോലെ നിങ്ങൾക്ക് സുഖിച്ച് ജീവിക്കാം എന്ന് ഖുർആൻ ആയത്തിറങ്ങുകയാണ്. നബിയുടെ കുടുംബം ദുനിയാവിലേക്ക് നോക്കിയപ്പോൾ പരലോകത്തിലേക്ക് നോക്കാൻ വൈൻ കുൻതുന്ന തുരിദുന അല്ലാഹ വറസൂല, അല്ലാഹുവും റസൂലും മതിയോ? വദ്ദാറൽ ആഖിറ, പരലോകം മതിയോ? ഫഇന്ന അല്ലാഹ അഹദ്ദ ലിൽ മുഹ്സിനാതി മിൻകുന്ന അജ്റൻ അളീമ. നബി കുടുംബമേ, നിങ്ങൾക്ക് അല്ലാഹു തആല ഒരുക്കി വെച്ചിരിക്കുന്നു. സഹോദരങ്ങളെ, ഈ മനസ്സൊന്ന് പറിച്ചെടുക്കൂ, പരലോകത്തിലേക്കൊന്ന് തിരിച്ചുവിടൂ. അല്ലാഹു ഒരുക്കി വെച്ചിരിക്കുന്ന സ്വർഗത്തിന്റെ ആയത്തുകൾ വായിച്ച് സന്തോഷിക്കുമ്പോൾ നമസ്കാരത്തിലും ആരാധനയിലും ഭക്തി കൊണ്ട് നിറയുകയും അല്ലാഹുവിനെ ഓർത്തുകൊണ്ട് കുളിർമ അനുഭവിക്കുകയും ലോകത്തിന്റെ ഏറ്റവും വലിയ ഹൃദയം ശാന്തമായി ജീവിക്കുന്ന ഒരു കാമൻ ക്വയറ്റ് എന്ന് പറഞ്ഞതുപോലെയുള്ള ഒരവസ്ഥയിലേക്ക് ഹൃദയം മാറി വരികയും ചെയ്യും. ഈമാനിന്റെ ലക്ഷണമാണ്. അല്ലാഹു അതിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിച്ച് സഹായിക്കുമാറാകട്ടെ. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ യാ ഗാഫിറൽ മുസ്ലിമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.